നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം. ഇന്ന് 2025 ജൂലൈ 22 ചൊവ്വാഴ്ച. മലയാള മാസം കർക്കിടകം 6, കൊല്ലവർഷം 1200 ആണ്ട്. നക്ഷത്രം മകയിരം. 27 നക്ഷത്രങ്ങളുടെയും ദിനഫലങ്ങളും ഗുണദോഷങ്ങളും പരിഹാര കർമ്മങ്ങളും നോക്കാം. അശ്വതി. ദിവസം അലസതയോടെയാണ് ആരംഭിക്കുന്നത്. ചെറിയ വിഘ്നങ്ങൾ വന്നേക്കാം. ആത്മവിശ്വാസം നിലനിർത്തുക. തൊഴിൽ വശ്യങ്ങളിൽ മനഃസാക്ഷിക്ക് തൃപ്തിയില്ല. പരിഹാരത്തിന് ചന്ദന വെള്ളത്തിൽ കുളിക്കുക. ശിവക്ഷേത്രം സന്ദർശിക്കുക. ഭരണി. ചിലവുകൾ കൂടുതലാകും. കുടുംബവേളകൾക്കായി സമയം കണ്ടെത്താം. ബന്ധങ്ങൾ മെച്ചപ്പെടും. നിക്ഷേപങ്ങളിൽ മുൻകൂർ ജാഗ്രത വേണം. പരിഹാരത്തിന് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ദീപം വയ്ക്കുക. കാർത്തിക. ശത്രുക്കളുടെ നീക്കങ്ങൾ ബാധിച്ചേക്കാം. കലാപരമായ കഴിവുകൾ പ്രകടമാക്കാം. ജോലിയിൽ ആശങ്കയും ചിന്തകളും. പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യുക. രോഹിണി. പ്രണയബന്ധങ്ങളിൽ സന്തോഷം. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. അപ്രതീക്ഷിത വാക്കേറ്റം. പരിഹാരത്തിന് ഗുരുദേവന്റെ പൂജ ചെയ്യുക. മകയിരം. യാത്രകൾ വൈകിയേക്കാം. സ്നേഹബന്ധങ്ങൾ ശക്തമാകും. മാനസിക സമ്മർദ്ദം. പരിഹാരത്തിന് ശിവനാമം ജപിക്കുക. തിരുവാതിര. ഔദ്യോഗിക രംഗത്ത് നല്ല മുന്നേറ്റം. സുനിശ്ചിതമായ തീരുമാനങ്ങൾ. ക്ഷീണവും തലവേദനയും. പരിഹാരത്തിന് ഗണേശ പൂജ. പുണർദം. പുതിയ സംവേദങ്ങൾ. ബന്ധങ്ങൾ. മനസ്സിന് ശാന്തി. ചിലവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. പരിഹാരത്തിന് ദുർഗാ സപ്തശതി ജപം. പൂയം. വിജയം നേടാവുന്ന അവസരം. ചിന്താശേഷിയും പ്രതിഭയും വർദ്ധിക്കും. സാമ്പത്തികമായി പരിഗണിച്ചാൽ കുറവുകൾ. പരിഹാരത്തിന് കൃഷ്ണക്ഷേത്രത്തിൽ തുളസി അർപ്പിക്കുക. ആയില്യം. ആരോഗ്യത്തിൽ താളം തെറ്റാം. ആത്മവിശ്വാസം നിലനിർത്തും. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. പരിഹാരത്തിന് നാഗക്ഷേത്രം സന്ദർശിക്കുക. മകം. ശാന്തതയും നിസാരമായ ദിവസവും. ആത്മസംയമനം പാലിക്കുക. ഉത്സാഹം കുറയാം. പരിഹാരത്തിന് അമ്മയോട് പ്രാർത്ഥിക്കുക. പൂരം. മനസ്സിൻ്റെ ആകുലത കുറയും. കലാപരമായ വളർച്ച. ധൈര്യക്കുറവ് ഉണ്ടാവും. പരിഹാരത്തിന് ദേവീക്ഷേത്രത്തിൽ നൈവേദ്യം അർപ്പിക്കുക. ഉത്രം. കുടുംബത്തിൽ സന്തോഷം. ജോലി കുറച്ച് സമ്മർദ്ദം. ആത്മവിശ്വാസം വർദ്ധിക്കും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ. പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക. അത്തം. പുതിയ അവസരങ്ങൾ ലഭിക്കും. മെച്ചപ്പെട്ട ഇടപെടലുകൾ. ദോഷകരമായ ശീലങ്ങൾ. പരിഹാരത്തിന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ചിത്തിര. സാമ്പത്തിക നേട്ടം. ആകർഷണീയതയും ആത്മബലം. ചിലവിൽ നിയന്ത്രണമില്ലായ്മ. പരിഹാരത്തിന് കുബേരപൂജ. ചോതി. വാക്കുകളിൽ ജാഗ്രത വേണം. പുതിയ ആശയങ്ങൾക്കുള്ള വാതിലുകൾ. ദുസ്വപ്നങ്ങൾ കണ്ടേക്കാം. പരിഹാരത്തിന് സുദർശന ഹോമം നടത്തുക. വിശാഖം. വീട്ടിൽ സന്തോഷം. ആത്മസംയമനം. സുഹൃത്തുക്കളുമായുള്ള പ്രശ്നങ്ങൾ. പരിഹാരത്തിന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അർച്ചന. അനിഴം. സഹപ്രവർത്തകരോട് മനസമാധാനം ലഭിക്കും. നല്ല നിർദ്ദേശങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം. പരിഹാരത്തിന് ഗായത്രി മന്ത്രജപം. തൃക്കേട്ട. ആത്മവിശ്വാസത്തോടെ മുന്നേറാം. സാമ്പത്തിക നേട്ടം. വൈകാരികമായ ചിന്തകൾ. പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദീപം വയ്ക്കുക. മൂലം. പ്രശംസയും അംഗീകാരവും ലഭിക്കും.
കഠിനാധ്വാന ഫലം ലഭിക്കും. കടം എടുക്കാതിരിക്കുക. പരിഹാരത്തിന് ലക്ഷ്മി പൂജ. പൂരാടം. സാമൂഹ്യനില മെച്ചപ്പെടും. ഇടപെടലുകൾ വിജയിക്കും. സഹപ്രവർത്തകരിൽ വിഷമത. പരിഹാരത്തിന് കാളീക്ഷേത്ര സന്ദർശനം. ഉത്രാടം. യാത്രകൾ അനുകൂലമാകും. ആത്മബലം വർദ്ധിക്കും. ആഗ്രഹങ്ങൾ പരാജയപ്പെടാം. പരിഹാരത്തിന് ഗുരുപൂജ നടത്തുക. തിരുവോണം. തൊഴിൽ ക്ഷേമം, സാമ്പത്തിക നേട്ടം, നേതൃഗുണം, മുഷിഞ്ഞ ബന്ധങ്ങൾ. പരിഹാരത്തിന് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചന. അവിട്ടം. നീണ്ടു നിൽക്കുന്ന ദൗർഭാഗ്യം നീങ്ങും. ശ്രമഫലപ്രദം. ഭക്ഷണശീലങ്ങളിൽ ശ്രദ്ധ. പരിഹാരത്തിന് ശനിദോഷ പരിഹാര പൂജ. ചതയം. പുതിയ സുഹൃത്തുക്കൾ കൂടി വരും. ആശയവിനിമയത്തിൽ കൃത്യത. അഹങ്കാരബോധം. പരിഹാരത്തിന് നവഗ്രഹ പൂജ. പൂരുരുട്ടാതി. ബന്ധുക്കളിൽ നിന്ന് ആശ്വാസം. മനസ്സിലൊതുങ്ങും വിധത്തിൽ നീക്കങ്ങൾ. അപ്രതീക്ഷിത കലഹം. പരിഹാരത്തിന് ദേവീക്ഷേത്രം സന്ദർശിക്കുക. ഉത്രട്ടാതി. വിദ്യാർത്ഥികൾക്ക് വിജയസാധ്യത. പരിശ്രമത്തിന് ഫലം. ഗർവം തോന്നാൻ ഇടയാകും. പരിഹാരത്തിന് ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനം. രേവതി. സ്നേഹബന്ധങ്ങൾ പുതുക്കാം. ആത്മസമാധാനം. പകർത്തുന്നവരെ പരിഗണിക്കുക. പരിഹാരത്തിന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയവും കൂറുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം. നന്ദി. ശുഭദിനം.